ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന കുക്കിങ്ങിൻ്റെ വീഡിയോ ഇല്ല കേട്ടോ. ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ എൻ്റെ കിച്ചണിലേക്ക് ഞാൻ കുറച്ച് പുതിയ ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. ഇനി നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. ഇത് ഞാൻ ലുലുന്ന് വാങ്ങിയ പ്രസ്റ്റീജിൻ്റെ ഒരു ചെറിയ പാനാണ് കേട്ടോ. 12 സെൻറ്റിമീറ്റർ ഉള്ള ഒരു പാനാണ്. നമ്മളിതുപോലെ പാനോ അതുപോലെ പ്രഷർ കുക്കറൊക്കെ വാങ്ങിക്കഴിയുമ്പോൾ ഇതുപോലെ സ്റ്റിക്കർ ഉണ്ടാവും. നമ്മളെപ്പോഴും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കൈകൊണ്ട് പൊളിച്ച് കളയാണ് ചെയ്യുന്നത്. പക്ഷെ കൈകൊണ്ട് പൊളിച്ച് കളയുമ്പോഴത്തേക്ക് അതിൻ്റെ പശയൊക്കെ അവിടെ പറ്റിപ്പിടിച്ച് നിൽക്കുക, അത് പിന്നെ പോവില്ല. ഈ പാനിലുള്ള സ്റ്റിക്കർ ഒരു പാട് പോലെ അവശേഷിക്കാതെ എങ്ങനെയാണ് നമുക്ക് ഇളക്കി മാറ്റുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. പാൻ ഒന്ന് സ്റ്റവിൽ വെച്ച് ചൂടാക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കിയാൽ മതി. പാൻ ചൂടായി വരുമ്പോഴത്തേക്കും പതുക്കെ സ്റ്റിക്കറിൻ്റെ സൈഡിൽ ഒരു ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും കൊണ്ടൊന്ന് പതുക്കെ പൊക്കി കൊടുക്കാം. അതിനുശേഷം കൈ കൊണ്ട് ഇതുപോലെ എടുത്തു മാറ്റാം. ഇപ്പം അതിലൊരു പാട് പോലും ഇല്ല, പശയുടെ ഒരു പാട് പോലും ഇല്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് തുടച്ച് മാറ്റിയാൽ മതി. ഈ പാൻ ഉപയോഗിച്ച് നമുക്ക് മുട്ട ബുൾസൈ നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ചെറിയ പാൻ ആയതുകൊണ്ട്. പാൻ ചൂടാകുമ്പോഴേക്ക് 2 ഡ്രോപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടാകുമ്പോഴേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം സ്റ്റവ് മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കണം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പുപൊടിയും കൂടി തൂവി കൊടുക്കാം. മുട്ട ബുൾസൈ കൂടുതൽ വരിഞ്ഞു പോകരുത്. ഈ പാവുമ്പോഴത്തേക്ക് നമുക്ക് പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. ചെറിയ പാൻ ഉപയോഗിച്ച് നമ്മൾ മുട്ട ബുൾസൈ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഇതുപോലെ കൂടുതൽ സ്പ്രെഡായി പോകാതെ നല്ല ഷേപ്പിൽ കിട്ടും. അടുത്ത ഐറ്റം എന്ന് പറഞ്ഞാൽ ഒരു ടീപോട്ടാണ് കേട്ടോ. അത് ഞാൻ അബുദാബി മെൻസോ എന്ന് പറഞ്ഞ കടയിൽ നിന്നാണ് വാങ്ങിയത്. അത് IKEAയിലുണ്ട്. അതുപോലെ ഇപ്പോൾ നാട്ടിലാണെങ്കിൽ ആമസോണിലൊക്കെ വാങ്ങാൻ കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഗ്രീൻ ടീ അതുപോലെ കട്ടൻ ചായയൊക്കെ ഉപയോഗിക്കുന്നവർക്ക് ഇത് വളരെ ഉപകാരമുള്ളൊരു ഐറ്റമാണ്. ഈ ടീപോട്ടിൻ്റെ അകത്ത് ഒരു സ്റ്റീലിൻ്റെ സ്ട്രെയിനർ ഉണ്ട്. അപ്പം നമുക്ക് അതിൽ തന്നെയാണ് ചായപ്പൊടി ഇടുക. അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ഇത് അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതാണ് സ്റ്റീലിൻ്റെ സ്ട്രെയിനർ. ഇത് നമുക്ക് പുറത്തേക്ക് എടുക്കാം. പുറത്തെടുത്ത് നമുക്ക് ഇത് കഴുകിയെല്ലാം ഉപയോഗിക്കാം. ടീ ബാഗ് ആണെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലൊരു ചായ ഉണ്ടാക്കി നോക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് 2 മിനിറ്റ് മൂടി വെക്കാം. ഇനി റെഡിയായ ചായ നമുക്ക് കപ്പിലേക്ക് ഒഴിച്ച് ഉപയോഗിക്കാം. എനിക്ക് ഷോപ്പിംഗ് ചെയ്തതിൽ വളരെ ഇഷ്ടപ്പെട്ടൊരു ഐറ്റമാണ്. അപ്പം നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇപ്പം നാട്ടിലാണെങ്കിൽ നമുക്ക് ആമസോണിൽ നിന്നൊക്കെ ഇത് വാങ്ങാൻ കിട്ടും. പിന്നെ ഇത് ഞാൻ വാങ്ങിയ ഒരു ഓയിൽ ഡിസ്പെൻസറാണ്. ഓയിൽ ഒഴിച്ച് വെക്കുന്ന ജാറ് ഗ്ലാസിൻ്റെതാണ്. പിന്നെ അതിൻ്റെ ക്യാപ്പ് സ്റ്റീലിൻ്റെതാണ്. ഞാനിപ്പോൾ കുക്കിംഗ് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഇതാണ്. ഇതിപ്പോൾ ഒരു യൂണിറ്റാണ്. അതിൽ 2 ബോട്ടിലുണ്ട്. ഒരു ചെറിയ സ്റ്റാൻഡ് പോലെയും ഉണ്ട്. സ്റ്റാൻഡിലേക്ക് നമുക്ക് കുപ്പി ഇറക്കി വെക്കാം. അപ്പോൾ കുപ്പി താഴെ വീണ് പൊട്ടിപ്പോവുകയുമില്ല. ഈ ഓയിൽ ഡിസ്പെൻസർ വരുന്നത് ഇതുപോലെയുള്ള പാക്കിലാണ്. അപ്പോൾ നമുക്കിപ്പോൾ എവിടെ നിന്നെങ്കിലും വാങ്ങിക്കൊണ്ടുവരുമ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ പേടിക്കേണ്ട കാര്യമില്ല, പൊട്ടിപ്പോകില്ല. നല്ല പാക്കിംഗ് ആണ്. ഇത് നമ്മൾ IKEAന്ന് വാങ്ങിയൊരു സ്റ്റീലിൻ്റെ സ്ട്രെയിനറാണ്. നമുക്ക് ചോറൊക്കെ ഊറ്റി വെക്കാനും അതുപോലെ അരിയൊക്കെ കഴുകി വെക്കാനും വെജിറ്റബിൾസ് ഒക്കെ കഴുകി വെക്കാനും പറ്റിയൊരു സ്ട്രെയിനറാണ്. നമുക്കിത് കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഫ്ലവറൊക്കെ അരിച്ചെടുക്കാൻ പറ്റിയൊരു സ്ട്രെയിനറാണ്. ഇതൊരു മഗ്ഗിൻ്റെ ഷേപ്പിലാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ അകത്തേക്ക് ഫ്ലവർ ഇട്ടതിന് ശേഷം ഇതിൻ്റെ പിടിയിൽ പിടിച്ച് നമ്മൾ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും പൊടികൾ താഴേക്ക് വീണ് കിട്ടും. നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഫ്ലവറൊക്കെ അരിച്ചെടുക്കാൻ പറ്റിയൊരു നല്ല ഐറ്റമാണ്. ഇത് IKEAന്ന് വാങ്ങിയ ഫണലാണ്. ഇത് നമുക്ക് വൈനോ ഓയിലോ എല്ലാം കുപ്പിയിലേക്ക് ഒഴിക്കാൻ പറ്റിയൊരു ഫണലാണ്. വളരെ നല്ലൊരു പ്രൊഡക്റ്റാണിത്. ഇത് 2 എണ്ണം വരുന്നൊരു സെറ്റാണ്. ഇത് നമ്മൾ IKEAന്ന് വാങ്ങിയൊരു ഡിന്നർ സെറ്റാണ്. ബ്ലൂ കളറുള്ള സെറ്റാണ്. ഇത് മൈക്രോവേവിലും ഉപയോഗിക്കാൻ പറ്റിയതാണ്. ഇതിൽ 6 വലിയ പ്ലേറ്റ് ഉണ്ട്. പിന്നെ ഹാഫ് പ്ലേറ്റ് 6 എണ്ണം ഉണ്ട്. പിന്നെ 6 ബൗളുകളുണ്ട്. ഈ സൈസിലാണ് വലിയ പ്ലേറ്റ്. ഇതാണ് ഹാഫ് പ്ലേറ്റ്. ഈ സൈസിലുള്ളതാണ് ബൗളുകൾ. ഞാനിപ്പോൾ വീഡിയോക്ക് വേണ്ടി കുറച്ച് മാത്രമേ കാണിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളൂ. ഇത് നമ്മൾ IKEAന്ന് വാങ്ങിയ സെറ്റാണ്. പിന്നെ ഞാൻ വാങ്ങിയ കുറച്ച് സെറാമിക്കിൻ്റെ ബൗളുകളാണ്. റെഡും ബ്ലാക്കും. റെഡിൽ വൈറ്റ് ഡോട്ടുള്ളതും ബ്ലാക്കിൽ വൈറ്റ് ഡോട്ടുള്ളതുമാണ്. കാണാൻ നല്ല അട്രാക്റ്റീവായ ബൗളുകളാണ്. ഒരു ബ്ലൂ കളറിലുള്ള സെറാമിക്കിൻ്റെ ഒരു ബൗൾ, ഓവൽ ഷേപ്പിലൊരു ബൗളും കൂടെ വാങ്ങിയിട്ടുണ്ട്. ഇത് മൈക്രോവേവ് സേഫാണ്.
പിന്നെ നമ്മുടെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കറികളൊക്കെ വെച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത ഒരു കോപ്പർ ബോട്ടമുള്ള ഒരു കടായിയാണ്. ഒരു ചെറിയ കടായിയാണ് ഇത്. ഷെഫ്ലേൻ്റെതാണ്. നമുക്ക് ചിക്കൻ കറിയോ ബീഫ് കറിയോ അതുപോലെ തന്നെ വെജിറ്റബിൾ കറിയൊക്കെ എടുത്ത് വെക്കാൻ പറ്റിയ നല്ലൊരു ഭംഗിയുള്ള ഒതുക്കമുള്ളൊരു കടായിയാണ്. ഇത് സെറാമിക്കിൻ്റെ സ്നാക്സ് ഒക്കെ എടുക്കാൻ പറ്റിയൊരു സർവിങ് ബൗളാണ്. ഇത് 3 സർവിങ് ബൗൾ കൂടിയൊരു സെറ്റാണ്. അപ്പോൾ നമുക്കിതിൽ 3 വെറൈറ്റി സ്നാക്സ് ഒക്കെ എടുത്ത് വെക്കാൻ പറ്റും. ഇതിൻ്റെ ഹാൻഡിൽ വന്നിട്ടുള്ളത് വുഡൻ്റെയാണ്. ഇത് മീൽസിനൊക്കെ ഇപ്പോൾ താലി പ്ലേറ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയതാണിത്. ഇത് നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. കൂടെ നമ്മളിത് ഐസ്ക്രീം സ്കൂപ്പറും കൂടി ഞാൻ വാങ്ങിയിട്ടുണ്ട്. പിന്നെ കിച്ചണിൽ നമുക്ക് ഉലുവ, കടുക് അതുപോലെ ചെറിയ ഐറ്റംസ് ഒക്കെ ഇട്ട് വെക്കാൻ പറ്റിയ ചെറിയ ബോട്ടിലുകളാണിത്. ഇത് നമ്മൾ IKEA തന്നെ വാങ്ങിയതാണ്. പിന്നെ ഈ റെഡ് മൂടിയുള്ളത് നമുക്ക് അച്ചാർ അതുപോലെയുള്ള ഐറ്റംസ് ഒക്കെ ഇട്ട് വെക്കാൻ പറ്റും. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറുകളാണ്. ഞാൻ ഷോപ്പിംഗ് ചെയ്ത കുറച്ച് ഐറ്റംസ് ഒക്കെ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ചും കൂടെ ഉണ്ട്. അത് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊന്ന് കാണണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുള്ള വീഡിയോസായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.